നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് 80 വയസ്സ് പൂർത്തിയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജനിച്ച ദിവസമാണത്രേ ഇന്ന്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഭരണം തുടങ്ങിയിട്ട് തുടർഭരണം ഉൾപ്പെടെ 9 വർഷം പൂർത്തിയായ ദിവസങ്ങളാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ 4 വർഷം പൂർത്തിയാക്കി. നമുക്ക് രണ്ടാം ഘട്ടത്തിലുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ ആഘോഷങ്ങൾ അലയടിക്കുന്ന ഈ സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന ബോധത്തോടെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ പരിചയത്തിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള കാലത്ത്, ഇപ്പം നായനാർ സർക്കാർ മുതലുള്ള നമ്മുടെ ചുരുങ്ങിയ ജീവിതകാലത്തുള്ള ഓർമ്മകൾ ഒരുപാട് സർക്കാരുകളെ കടന്നുപോയിട്ടുണ്ടല്ലോ. സാധാരണ സമീപകാലത്തെ സർക്കാർ, ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാർ വരെയുള്ള സർക്കാരുകളൊക്കെ ഒരു 5 വർഷം എന്ന ആ കാലയളവിൻ്റെ ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ ഒന്ന് നടു കുനിയും. പിന്നെ അങ്ങോട്ട് താഴോട്ടാണ്. 4-ാം വർഷത്തിലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഉമ്മൻചാണ്ടി സർക്കാർ നോക്കിയാൽ 4-ാം വർഷമൊക്കെ ആകുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അമ്മാതിരി സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടാവുക. നമുക്കറിയാം, അതിന് മുന്നോട്ടുള്ള സർക്കാരുകളുടെ കാര്യത്തിലൊക്കെ വലിയ താരതമ്യ ഭേദത്തിൽ ഏകദേശം സമാനമായ അവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ ഇത് 9-ാം വർഷമായിട്ടും അല്ലെങ്കിൽ ഈ രണ്ടാം സർക്കാരിൻ്റെ 4-ാം വർഷമായിട്ടും വലിയ ആഘോഷത്തോടെ ഈ സർക്കാരിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വെറുതെ ആലോചിച്ചു. ഈ സാഹചര്യത്തിനെ അടയാളപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിൻ്റെ കൂടി നിലപാടിൽ ആണല്ലോ. പ്രതിപക്ഷം എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? പ്രതിപക്ഷ നേതാവ് ഇന്നലെയും പറയുന്നത്, ഈ സർക്കാർ ഇതിൻ്റെ ആഘോഷത്തിൻ്റെ അവസാനത്തെ പരിപാടി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ ഓരോന്ന് എണ്ണി സംസ്ഥാനത്തെ കാര്യങ്ങൾ പറയുന്ന ഘട്ടത്തിൽ ഇന്നലെയും പ്രതിപക്ഷ നേതാവ് പറയുന്നത് മാധ്യമങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഇതൊക്കെ പറയിപ്പിക്കുകയാണ് എന്നാണ്. മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് പൈസ കൊടുത്തിട്ട് പറയിപ്പിക്കുകയാണ് എന്നാണ്. ഇതൊന്നും ഇവിടെ ഉള്ളതല്ല, പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. ഇതാണ് ഏറ്റവും വലിയ ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം, ഒരാൾ തലയുയർത്തി നിന്ന് ആ കാര്യങ്ങൾ പറയുന്നു, ഇപ്പുറത്ത് ഇതെല്ലാം പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ്, യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷത്തിൻ്റേത്. മറ്റൊരാൾ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരാൾ, മറിയ കുട്ടിയെ BJP യിൽ ചേർത്ത് പാർട്ടി വളർത്താൻ വേണ്ടിയിട്ട് പോകുന്ന സാഹചര്യവുമാണ്. ഈ ഒരു സാഹചര്യമാണ് എന്നെ ഇത്തരത്തിലുള്ള ആലോചന ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് പ്രേരിപ്പിച്ചത്. എന്താണ് ഈ കാലത്ത് ഇവർ ചെയ്തത് എന്നുള്ളത് ഒരു പഠന വിധേയമാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ നിൽക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയാണ്. 2016 മെയ് 31 ഫേസ്ബുക്ക് പോസ്റ്റ്. പിണറായി വിജയൻ സർക്കാർ ആദ്യം 1-ാം സർക്കാർ അധികാരമേറ്റെടുത്ത സമയത്ത് അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ പ്രധാനപ്പെട്ട വരി ഇതാണ്: മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുമ്പിലുള്ള 2 പ്രധാന വെല്ലുവിളികൾ ദേശീയപാതാ വികസനവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരണവും ആയിരിക്കും. ഇത് രണ്ടും ഫലപ്രദമായി വിജയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു നേട്ടം തന്നെയായിരിക്കും. ഒരു പ്രവചനത്തിനും മുതിരുന്നില്ല. ഇതിൽ രണ്ടിലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നാണ്. CPIM-നെ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ ഏറ്റവും വലിയ നീക്കങ്ങൾ നടത്തുന്ന ഒരു കേന്ദ്ര സർക്കാരും BJP-യും നിലനിൽക്കുമ്പോൾ അതിൻ്റെ സംസ്ഥാനത്തെ പ്രസിഡൻ്റായിരുന്ന ആളാണ് പറയുന്നത്. അദ്ദേഹം സമ്മതിച്ചു തരും എന്ന് പറഞ്ഞ K. സുരേന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നു. അപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തും വലിയ മാറ്റങ്ങളുണ്ടായി. ഇപ്പം ചെന്നിത്തലയല്ല, VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. KPCC പ്രസിഡന്റ് 3 ആൾ മാറി, 3-ാമത്തെ ആൾ സണ്ണി ജോസഫ് ഇപ്പം ഇരിക്കുന്നു. അപ്പോൾ എന്താണ് സർക്കാർ, അതേ സർക്കാരിൻ്റെ 9-ാം വർഷത്തിൽ പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതടക്കം, ഇപ്പോൾ K. സുരേന്ദ്രൻ മുന്നോട്ട് വെച്ച ഈ 2 കാര്യങ്ങളടക്കം എന്താണ് സംഭവിച്ചത്? ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ദേശീയപാത ഇപ്പോൾ വലിയ ചർച്ചയായി ആയിരിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ദേശീയപാതയുടെ അവസ്ഥ തന്നെ എന്തായിരുന്നു? നാഷണൽ ഹൈവേ അതോറിറ്റിക്കാര് സംസ്ഥാനം വിട്ടുപോയിരിക്കുന്നു. രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളും റോഡിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ കേരളത്തിൽ സംസ്ഥാന പാതകളേക്കാൾ മോശമായ ദേശീയപാതയാണ് ഉണ്ടായിരുന്നത്. അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ തടയപ്പെട്ട സാഹചര്യം. നാഷണൽ ഹൈവേ വികസനം പൂർണ്ണമായി തടയപ്പെട്ടു. കൂടെ ഇരിക്കുന്ന ചിലര് ഭൂമി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാരായത് മാറി. 2016 LDF വന്നിട്ട് എന്താണ് ചെയ്തത്? 2016 LDF സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റിയെ തിരികെ വിളിച്ചു. നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലേക്ക് കടന്നു. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, കേരളത്തിലെ വലിയ വിലയാണ് ഭൂമിക്ക്, ഞങ്ങൾക്ക് അത്രയും വില കൊടുത്ത് ഭൂമി എടുക്കാൻ പറ്റില്ല, സംസ്ഥാന സർക്കാർ എടുത്തു തരണം. തർക്കമായി. എന്താ കാര്യം? രാജ്യത്തെവിടെയും സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേക്ക് ഭൂമി എടുക്കാൻ വേണ്ടി ചില്ലിക്കാശ് ചെലവിട്ടിയ അനുഭവമില്ല. അതുകൊണ്ട് തന്നെ അത് ന്യായമല്ല എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു. വലിയ തർക്കമായി.
പക്ഷേ നാം ഒരു ഗതികേടിലായിരുന്നു. ആ ഗതികേട് ഉൾക്കൊണ്ട് തന്നെ, ആ ഭാരം ഏറ്റിക്കൊണ്ട് തന്നെ NH യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു സ്റ്റെപ്പ് വെക്കേണ്ടി വന്നു. നാം ഒരു ഗതികെട്ട സമീപനത്തിലെത്തി. അവരുടെ ചില വ്യവസ്ഥകൾക്ക് നാം വിധേയരാകേണ്ടി വന്നു. അവസാനം ഒത്തുതീർപ്പ് ചർച്ചയിൽ സംസ്ഥാനത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയിൽ 25% വഹിക്കേണ്ടതായി വന്നു. അതിനു മുൻപ് ഒരിടത്തും അതുണ്ടായിട്ടില്ല. UDF സർക്കാർ കാണിച്ച കെടുകാര്യസ്ഥയുടെ ഭാഗമായി നമുക്കുണ്ടായ പിഴയാണ് എന്നതാണ് യഥാർത്ഥ വസ്തുത. അപ്പോഴാണ് മഴ വന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇടിഞ്ഞത്. ഉടനെ അത് സംസ്ഥാന സർക്കാരിന്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം കേരളത്തിലെ LDF-നെ എതിർക്കുന്ന രണ്ടു കൂട്ടരും UDF-ഉം BJP-യുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട്. എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം. തകർന്ന റോഡ് നോക്കി ധും എന്ന് സന്തോഷിക്കുന്ന മാധ്യമങ്ങൾ, ഒപ്പം അതിൻ്റെ പേരിൽ വലിയ പരിഹാസവും തമാശയുമായി ആഘോഷിക്കുന്ന പ്രതിപക്ഷം. ഇതാണ് നമ്മൾ കണ്ട കാഴ്ച. അപ്പോഴും ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നുള്ളതോ അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതോ ഒന്നുമല്ല. എല്ലാത്തിൻ്റെ ഉത്തരവാദി ഇയാളാണ്, പിണറായി വിജയനാണ് അല്ലെങ്കിൽ മുഹമ്മദ് റിയാസാണ് എന്ന നരേറ്റീവിനാണ് ശ്രമിച്ചത്. നേരത്തെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകരുത് എന്ന് കണക്കാക്കിയവര് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഇപ്പോഴെങ്കിലും ഇത് കാരണം തടസ്സപ്പെട്ടു പോകുമെങ്കിൽ അതാവട്ടെ എന്ന ചിന്തയോടെ, ആ ദുർബുദ്ധിയോടെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നും മനപ്പായസം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നത് അവർ മനസ്സിലാക്കിക്കൊള്ളും. ചുരുക്കത്തിൽ ഈ സർക്കാർ 9ാം വർഷത്തിൽ നാഷണൽ ഹൈവേ തന്നെ പ്രധാന നേട്ടം എന്ന് കാണിച്ച് ഉയർത്തിക്കാട്ടി മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം. ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന, ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില LDF സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കാരണം തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഞങ്ങൾക്കില്ല. അങ്ങനെ ഇരിക്കുന്ന നാഷണൽ ഹൈവേ, ഇനി അതിന്റെ പിന്നാലെ ഗെയിൽ, കെ സുരേന്ദ്രൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഗെയിൽ പൈപ്പ് ലൈൻ. ഇത് മാത്രമല്ലല്ലോ, നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, നമ്മുടെ കൂടെ ആ പൈപ്പ് ഇടാൻ തുടക്കം കുറിച്ച സംസ്ഥാനങ്ങളെല്ലാം എത്രയോ കാലം മുൻപ് പൂർത്തിയാക്കിയിരുന്നു. 2016-ൽ LDF സർക്കാർ വരുമ്പോൾ കണ്ടത്, ഈ പറഞ്ഞ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് നടപ്പാക്കാൻ ബാധ്യപ്പെട്ടവര് സംസ്ഥാനം വിട്ടുപോയി. അവർക്കും സ്ഥലം എടുത്തു കൊടുക്കാത്തതായിരുന്നു പ്രശ്നം. LDF സർക്കാർ അവരെ തിരിച്ചു വിളിച്ചു. എന്തായി? ഇപ്പോഴല്ല, നേരത്തെ തന്നെ ആ ലൈൻ പൂർത്തിയായി. ആ പൈപ്പിലൂടെ ഗ്യാസ് പ്രവഹിക്കുന്നു. അവിടെ നമ്മുടെ ചില പട്ടണങ്ങളിൽ അടുക്കളയിൽ പാചകവാതകമായിട്ട് ആ ഗ്യാസ് എത്തുന്നു. ഫാക്ടറികളിൽ ഇന്ധനമായി എത്തുന്നു. നാടിന് ആവശ്യമായ ഒരു കാര്യമാണ് അനാവശ്യമായി തടയുന്ന നിലയുണ്ടായത്. ഗെയില് മാത്രമല്ല, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഇടമൺ കൊച്ചി പവർ ഹൈവേ, ആ പവർ ഹൈവേയുടെ നിർമ്മാണം കേരളത്തിൽ ഒരു സ്ഥലം വരെ എത്തി. സ്ഥലം മറച്ചു വെക്കുന്നില്ല, കോട്ടയത്താണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നു, പിന്നെ മുന്നോട്ടില്ല. ആ ജോലി ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ സംസ്ഥാനത്തിന്റെ ഉന്നതരായ മുഴുവൻ ആളുകളെയും കണ്ടു, ഒരനക്കവുമില്ല. അവസാനം അവരും നാടുവിട്ടു. 2016-ൽ LDF വന്നപ്പോ അവരെ തിരിച്ചു വിളിച്ചു. ഇപ്പോഴല്ല, നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പണി പൂർത്തിയാക്കാനായി. എന്നാൽ തടസ്സമുണ്ടായി. നേരത്തെ തടഞ്ഞവർ ആ പണി തടയാൻ വേണ്ടി മുന്നോട്ട് വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണ് എന്ന്. സർക്കാർ തടയാൻ വരുന്നവരുടെ കൂടെ നിൽക്കേണ്ടതല്ലോ, പദ്ധതി നിർവഹണത്തിലല്ലേ സർക്കാർ നിൽക്കേണ്ടത്. അതിന്റെ ഭാഗമായി പദ്ധതി പൂർത്തിയായി. ഇങ്ങനെ നമുക്ക് മുന്നിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ പ്രവർത്തന മികവിന് ഉദാഹരണമായി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എടുത്തു കാണിക്കുന്നു. ഇതേ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ, അവിടെ ഒരു സർക്കാർ ഉണ്ടല്ലോ, അവരെന്താണ് നമ്മളോട് ചെയ്തത്? നമുക്ക് മുന്നിൽ നിരവധി ദുരന്തങ്ങൾ വന്നു. നിപ്പ മുതൽ പ്രളയം മുതൽ കോവിഡ് വരെ വന്ന മഹാദുരന്തങ്ങളുടെ ഒക്കെ സാഹചര്യത്തിൽ കേരളത്തോട് എന്താണ് കേന്ദ്രം ചെയ്തത്? നിപ്പയും ഓക്കിയും, നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018-ലും അതിന്റെ തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും, അതെല്ലാം കഴിഞ്ഞ് ഒന്ന് നിവർന്നു നിന്ന് ശ്വാസം വിടാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും, ഇതെല്ലാം കൂടി വന്നാൽ നമ്മുടേതുപോലൊരു നാട് തകരാൻ പിന്നെ എന്ത് വേണം? പക്ഷേ തകർന്നില്ല, പിടിച്ചു നിന്നു. എന്നാൽ സഹായിക്കേണ്ടവർ സഹായിച്ചോ? ഇങ്ങനെ തകർന്നു പോയല്ലോ എന്ന് നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിക്കുന്നു. നമ്മൾ സഹായം പ്രതീക്ഷിച്ചു, പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സഹായം തന്നില്ല. നമ്മെ സഹായിക്കാൻ ചില ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. ആ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗുജറാത്തിൽ വലിയൊരു ദുരന്തം നേരിടേണ്ടി വന്നത്. ആ ദുരന്തത്തെ അതിജീവിക്കാൻ രാജ്യവും രാജ്യത്തിന് പുറത്തു നിന്നും ഗുജറാത്തിന് സഹായമെത്തി. ആ സഹായങ്ങൾ സ്വീകരിച്ച് നാടിനെ പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തയാളാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന നരേന്ദ്രമോദി. അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നിരുന്നപ്പോ അതുപോലൊരു ദുരന്തം നേരിടേണ്ടി വന്ന നമ്മുടെ നാടിനോട് സഹായമില്ല
ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഇതും നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. BJP രാജീവ് ചന്ദ്രശേഖറിന്റെ പാർട്ടി കേരളത്തെ മറ്റൊരു രാജ്യമായി കണ്ട് ശത്രു രാജ്യത്തോടെന്ന പോലെ പെരുമാറി. എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തമുഖത്ത് സഹായം നൽകിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. നമ്മോട് മാത്രം പ്രത്യേക വിവേചനം. അത് കേരളം എന്ന നാടിനോട്, കേരളീയർ എന്ന ജനവിഭാഗത്തോട് BJPക്കുള്ള വിപ്രതിപത്തിയുടെ ഭാഗമാണ്. നമുക്കത് മനസ്സിലാക്കാം. എന്നാൽ പിണറായിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം കൂടി ഉണ്ടത്രേ. മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം, അതിനോട് ചേർന്ന് നിൽക്കാൻ ഇവിടെ ചിലർ തയ്യാറായി. നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, UDF ആകെ ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചാരി നിൽക്കുന്ന കാഴ്ച നാം കണ്ടു. അവരന്ന് ചെയ്തത് കേരളത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കലാണ്. അതെവിടം വരെ എത്തി? നമുക്ക് നാട്ടിൽ ചെലവിടാൻ പണം വേണമായിരുന്നു, ആവശ്യത്തിന് പണമില്ല. അപ്പോൾ സർക്കാർ ഒരു അഭ്യർത്ഥന സർക്കാർ ജീവനക്കാരുടെ മുന്നിൽ വെച്ചു. പല വഴികൾ സ്വീകരിച്ചതിലൊന്ന്, അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശമ്പളത്തിൽ ഏതാനും ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം. ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ജീവനക്കാർ അത് നല്ല മനസ്സോടെ സ്വീകരിച്ചു. നല്ല പ്രതികരണമുണ്ടായി. അപ്പോഴാണ് പ്രതിപക്ഷത്തിന്റെ, UDFന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം, കൊടുക്കാൻ പാടില്ല, ആ പദ്ധതി എതിർത്തു, അതിനെതിരെ കോടതിയിൽ പോയി. എന്താണ് ആ മനോഭാവം കാണിക്കുന്നത്? അപ്പൊ നമ്മൾ വിചാരിക്കും പാർലമെന്റിലേക്ക് ഇവിടുന്ന് കൂട്ടത്തോടെ പോകുന്ന MP-മാരൊക്കെ എന്താ അവിടെ ചെയ്യുന്നതെന്ന്. പാർലമെന്റ് മെമ്പർമാരായ ഏതെങ്കിലും ആള് UDFന്റെ ഭാഗത്ത് നിന്ന് പാർലമെന്റിനകത്ത് അത്തരമൊരു ശബ്ദമുയർത്തിയോ? ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യമാണ്. ഒരേ മനോഭാവം, അത് രക്ഷപ്പെടരുത്, തകരട്ടെ, നശിക്കട്ടെ, നാട് പുറകോട്ട് പോകട്ടെ, ഈ മനോഭാവം. എന്നാൽ നമ്മൾ ആ ഘട്ടത്തിൽ തലക്ക് കയ്യും കൊടുത്ത് നിസ്സഹായരായി കരഞ്ഞിരിക്കുകയല്ല ചെയ്തത്. ഒരു നാടെന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ. നമുക്ക് അതിജീവിക്കണമായിരുന്നു. അതിൻ്റെതായ എല്ലാ ശ്രമങ്ങളും നാം നടത്തി. നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും, അതിനു മുന്നിൽ അസാധ്യം എന്നൊരു പദമില്ല. ഏത് അസാധ്യമായ കാര്യങ്ങളും സാധ്യമാക്കാനാകും എന്നതാണ് നാം അതിലൂടെ തെളിയിച്ചത്. ഇത്രയും നേരം കേട്ടതിൽ നിന്നും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടാവും. ഈ സർക്കാർ 4 വർഷം പൂർത്തിയാക്കുകയാണ്. ഒരേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 9 വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോഴും ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ, ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു നേട്ടമായി തന്നെ പ്രാഥമികമായി കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഘട്ടത്തിൽ വിമർശനങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ പല തവണ പല വീഡിയോകളിലൂടെ പറഞ്ഞതുപോലെയുള്ള പോലീസ് അടക്കം പെരുമാറുന്ന കാര്യത്തിലുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ സാമൂഹ്യമായി വലിയ കാര്യങ്ങൾ ചെയ്യുമ്പം, സാമൂഹ്യ മുന്നേറ്റത്തിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമാന്തരമായുള്ള മറ്റ് പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വലിയ തുടർ പ്രവർത്തനങ്ങളുടെ ഒരു വെല്ലുവിളി കൂടിയാണ്. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം എങ്കിലും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് താരതമ്യേന മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് നോക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഒരു മികച്ച മുന്നേറ്റം, മികച്ച നേട്ടം എന്ന് തന്നെ വിലയിരുത്താവുന്ന സാഹചര്യമുണ്ട്. 4ാം വർഷത്തിലും തലയുയർത്തി നിന്ന് ഇത്രയെങ്കിലും പറയാൻ, ഇങ്ങനെ നേട്ടങ്ങൾ എണ്ണി പറയാൻ കഴിയുന്ന ഒരു സർക്കാർ എന്നുള്ള വ്യത്യാസം ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ ആഘോഷത്തോടു കൂടി നമുക്ക് മനസ്സിലാവുക. അല്ലാതെ തൊട്ട് മുമ്പത്തെ സർക്കാർ തന്നെ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായുണ്ട്. 2016 അവസാനിച്ച സർക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. 4ാം വർഷത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഒപ്പം വിമർശനങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ കാണുകയും അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് ഇനിയുള്ള കാലത്തെ, ബാക്കി കിടക്കുന്ന കാലത്തെ ഉത്തരവാദിത്തമാണ്. അതിൽ ഏറ്റവും പ്രധാനം പോലീസ് തന്നെയാണ്. സർക്കാരിൻ്റെ മുന്നിലെ ആ വിഷയങ്ങൾ കൂടി നമുക്ക് വിമർശനാത്മകമായി നിരന്തരം ഉന്നയിക്കാനുള്ള സാഹചര്യം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. പിണറായി വിജയന് പിറന്നാൾ ആശംസകൾ. സർക്കാരിന് ബാക്കിയുള്ള ഒരു വർഷത്തേക്ക് എല്ലാവിധ പ്രവർത്തന മികവും കാണിക്കാൻ കഴിയട്ടെ എന്നുള്ള ആശംസകൾ. നന്ദി, നമസ്കാരം.